ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡ്. നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലെ ഫാർമക്കോപ്പിയ ആൻഡ് ഇറ്റ്സ് മോണോഗ്രാഫ്സ് ആണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. അതായത് ഏതൊരാളും, ഒരു അനലിസ്റ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാളും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ഫാർമക്കോപ്പിയ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു അനലിസ്റ്റ് ജോബിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫാർമക്കോപ്പിയൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡ്രഗ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണോ എന്ന് നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ PSC ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ചോദിക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു ചാപ്റ്റർ തറവായിട്ട് പഠിക്കുക. ഇന്ത്യൻ ഫാർമക്കോപ്പിയ മാത്രമല്ല പഠിക്കേണ്ടത്, പല തരത്തിലുള്ള ഫാർമക്കോപ്പിയസ് അവൈലബിൾ ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ആപ്പിനകത്ത് കീ നോട്ട് എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. സോ കീ നോട്ടിലും കൂടെ പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺസൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ക്വിക്കായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ക്വിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അനലിസ്റ്റിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നേരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിന് സ്റ്റോറിലേക്ക് പോവുക. ട്രയൽ വേർഷൻ വീഡിയോസ് ബയോ ഫാർമസ്യൂട്ടിക്സിലൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം താല്പര്യമുള്ളവർ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ. ഉറപ്പാണ് നിങ്ങൾക്ക് അനലിസ്റ്റ് എന്ന ആഗ്രഹവും മോഹവും ഒക്കെ ഞങ്ങൾ സാധിച്ചു തരുന്നതായിരിക്കും. ഉറപ്പാണ്, അതിലൊരു മാറ്റമില്ല. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരോടും പറയാം. 1000 മാത്രമാണ് ഞങ്ങൾ ഈടാക്കുന്നത്. അധികം ഒന്നും ഈ എല്ലാവരും പറയുന്ന പോലെ 7000, 9000, 12000 ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. വെറും 5000 ആണ്. ഞാൻ ഉറപ്പ് പറയാം, ഒരു രീതിയിലും നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ ഒരു രീതിയിലും കുറവുണ്ടായില്ല. അടിപൊളി ക്ലാസ് ആയിരിക്കും, ഐ ആം ഗ്യാരണ്ടി. എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ക്ലാസ് ഒക്കെ ലീഡ് ചെയ്യുന്നത് കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെയും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെയും അലൂമിനീസ് ആയിരിക്കും ചെയ്യേണ്ടാവുക. സോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളോട് ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ ഗ്രേഡ് 2 അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 127 സ്റ്റുഡൻസ് ആണ് നമുക്ക് ലൈവായിട്ട് ഗ്രേഡ് 2 തന്നെ ഉള്ളത്. സോ കോഴ്സൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം. സോ നിങ്ങൾക്ക് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ആപ്പിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ അനലിസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഡ്രഗ് കിട്ടുമ്പോൾ ഞാൻ അനാലിസ് ചെയ്യുന്ന സമയത്ത് അതിൽ പറയുന്ന, ഇപ്പം ഇന്ത്യൻ ഫാർമക്കോപ്പി ആണോ ബ്രിട്ടീഷ് ഫാർമക്കോപ്പി ആണോ, പറയുന്ന ഫാർമക്കോപ്പി പ്രകാരം തന്നെയാണോ ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും എന്താണ് ഫാർമക്കോപ്പിയിൽ എന്ത് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ അത് തിരിച്ചറിയണം, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും PSC ഒരു ചോദ്യം ഇതിൽ നിന്ന് ചോദിക്കുമെന്ന് പറയുന്നതും ഉറപ്പ് തന്നെയാണ്. സോ എന്താണ് ഒരു ഫാർമക്കോപ്പിയ എന്ന് പറയുന്ന ഒരു ലീഗൽ ഒഫീഷ്യൽ ബുക്കാണ്. നമുക്ക് വേണമെങ്കിൽ ബൈബിൾ എന്നൊക്കെ പറയാം. നമ്മുടെ ഗവൺമെന്റ് ഒരു അതോറിറ്റീനെ നമ്മൾ വെച്ചതിന് ശേഷം അവരാണ് ഈ ഫാർമക്കോപ്പിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതും ആ ഫാർമക്കോപ്പിയക്ക് പ്രോപ്പർ സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ അവരായിരിക്കും കേട്ടോ. സോ ബേസിക്കലി ഒരു ഫാർമക്കോപ്പിയ എന്താ കാണും, അതിനകത്ത് ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസ്, ഫോർമുലാസ്, ഡിസ്ക്രിപ്ഷൻ, സ്റ്റാൻഡേർഡ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും. സോ ബേസിക് ആയിട്ടൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദ ഇന്ത്യൻ ഫാർമക്കോപ്പിയ, ദ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, ഇതൊക്കെ പ്രോമിനന്റ് എക്സാമ്പിൾസ്, നമ്മൾ ഒരുപാട് കേട്ടുള്ള എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഡ്രഗ്സിലൊക്കെ മിക്കവാറും BP, IP എന്നൊക്കെ മെഡിസിൻസിൽ കാണാറുണ്ട്, USP എന്ന് കാണാറുണ്ട്. ഇതൊക്കെ ഏത് ഫാർമക്കോപ്പിയിൽ നിന്ന് എടുത്തതാണ് എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുവാണ് ചെയ്യുക കേട്ടോ. സോ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഗൈഡ് ലൈൻസ്, മോണോഗ്രാഫ്സ് ഓഫ് ഡ്രഗുകൾ, ഡോസേജ് ഫോം, ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയേണ്ടത് ഇന്ത്യൻ ഫാർമക്കോപ്പിയെ പറ്റിയാണ്. സോ ഇന്ത്യൻ ഫാർമക്കോപ്പിയെ പറ്റി പറയും മുന്നേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ വരെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയുടെ ഒരു അബ്സ്ട്രാക്ട് തന്നെയാണ്. കാരണം നമുക്ക് ആ സമയത്ത് നമുക്കങ്ങനെ എന്താ പറയുക, ഇപ്പോഴത്തെ പോലെ ഡെമോക്രസിയോ അങ്ങനെ ഒന്നും ഇല്ല, അല്ലേ? അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയാണ് നമ്മൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഫാർമക്കോപ്പിയ നമ്മുടെ ഇന്ത്യയിൽ ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യൻ ഫാർമക്കോപ്പിൽ കമ്മിറ്റി, IPC ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഇന്ത്യൻ ഫാർമക്കോപ്പിൽ കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്ന ഇന്ത്യൻ ഫാർമക്കോപ്പിൽ കമ്മിറ്റിയാണ് ഇത് ചെയ്യുന്നത്. സോ ഇവർ ആരുടെ അണ്ടറിലാണ് വരിക? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിലാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ഫാർമക്കോപ്പിയ മാറിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ പല ആൾക്കാരും ടെക്സ്റ്റ് ബുക്കിൽ 2018 വരെയുള്ള കാര്യങ്ങളായിരിക്കും വായിച്ചിട്ടുണ്ടായിരിക്കുക. എന്നാൽ ലേറ്റസ്റ്റ് എഡിഷൻ 2022 വന്നിട്ടുണ്ട് കേട്ടോ. സോ കൂടുതൽ ആൾക്കാർ 2010 അല്ലെ 2018 ആയിരിക്കും മിക്കവാറും ആൾക്കാരും കേട്ടിട്ടുണ്ടാവുക. ഓക്കെ,
സോ അത് മാത്രമല്ല ഇന്ത്യൻ ഫാർമക്കോപ്പിയയ്ക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ ഫോം ചെയ്യുന്നത് 1956 അതായത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ ഫോം ചെയ്യുന്നത് 1956 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഗസീബാദാണ്, ഉത്തർപ്രദേശിലാണുള്ളത് കേട്ടോ. സോ ഇപ്പോഴത്തെ ചെയർമാൻ PK പ്രധാനാണ്, സെക്രട്ടറി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. സോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല, ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് കാര്യമാണ്. കാര്യം ഈ ഒരു ചെയർമാൻഷിപ്പ് ഒക്കെ മാറിക്കൊണ്ടേ ഇരിക്കാമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുക, ഇപ്പം ലേറ്റസ്റ്റ് PK പ്രധാനാണ് എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതിയായിരിക്കും. സോ ഹിസ്റ്ററി പറയുവാണെങ്കിൽ, എയർലി ബിഗിൻസിൽ പറയുവാണെങ്കിൽ, ഒരു ഇന്ത്യയിൽ ഒരു ഒഫീഷ്യൽ ഫാർമക്കോപ്പിയ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് അപ്പിയർ ആവുന്നത് 1868 എത്രയാണ്? 1868 സോ അത് എഡിറ്റ് ചെയ്യുന്നത് എഡ്വേർഡ് ജോൺ വാറിംഗ് ആണ്. സോ ബേസിക്കലി അപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ ഫാർമക്കോപ്പിയ എന്ന് പറഞ്ഞ് അപ്പിയർ ആവുന്നത് കേട്ടോ, 1868. സോ ഇൻഡിപെൻഡൻസിന് മുന്നേ ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ തന്നെയാണ് ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് മാത്രമല്ല, അതിനുശേഷം 1946 ഫാർമക്കോപ്പി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സർ ആർ എൻ ചോപ്രയുടെ ചെയർമാൻഷിപ്പിൽ ഫാർമക്കോപ്പി ലിസ്റ്റ് 1946 പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. അതിന് മുന്നിൽ കഥ പറയാം. 1944 തന്നെ നമ്മൾ ഫാർമക്കോപ്പിയ ഉണ്ടാക്കാനും അത് ഉണ്ടാക്കി അപ്രൂവലിന് വേണ്ടിയിട്ട് ആർ എൻ ചോപ്രയുടെ കമ്മിറ്റീൻ്റെ അണ്ടറിൽ തന്നെ അപ്രൂവലിന് വേണ്ടി വെക്കുകയും അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, 1946 നമ്മുടെ ചെയർമാൻഷിപ്പ് ഓഫ് സർ ആർ എൻ ചോപ്രയുടെ അണ്ടറിൽ ഫസ്റ്റ് ഇന്ത്യൻ ഫാർമക്കോപ്പി ലിസ്റ്റ് വരുന്നത്. ശ്രദ്ധിക്കണം, ഫാർമക്കോപ്പി ലിസ്റ്റാണ്. ഇപ്പം നിങ്ങൾ വിക്കിപീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ പല ടെക്സ്റ്റ് ബുക്കുകളിൽ നോക്കുവാണെങ്കിൽ അതിൽ പറയുക 1946 ഫസ്റ്റ് ഇന്ത്യൻ ഫാർമക്കോപ്പി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ളത് അത് ഇന്ത്യൻ ഫാർമക്കോപ്പി ലിസ്റ്റ് ആണ്, ഫാർമക്കോപ്പി അല്ല കേട്ടോ. സോ അതിനുശേഷമാണ് ആദ്യത്തെ എഡിഷൻ 1955 ഫസ്റ്റ് എഡിഷൻ വരുന്നത്. അവിടെ സപ്ലിമെന്റ്സ് 1960 വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വീണ്ടും അഡൻഡം വന്നിട്ടുണ്ട്, പിന്നെ സപ്ലിമെന്റ്സ് മാറി അഡൻഡം വന്നിട്ടുണ്ട്, പിന്നെ വെറ്റ് സപ്ലിമെന്റ്സ്, അങ്ങനെ ഓരോ വർഷം ഇറങ്ങുമ്പോഴും അതിന്റെ സപ്ലിമെന്ററികൾ വരാൻ തുടങ്ങി കേട്ടോ. പിന്നെ അഡൻഡവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് പഠിക്കുക, അല്ലെങ്കിൽ അതിന്റെ അഡൻഡം അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് പഠിക്കുക എന്ന് പറയുന്നതിന്റെ വർഷങ്ങൾ ഇച്ചിരി ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. സോ ബേസിക്കലി ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് അതിൻ്റെ എഡിഷൻസുകളെ പറ്റിയാണ്. സോ ഫസ്റ്റ് എഡിഷൻ എന്ന് പറയുന്നത് ഡോക്ടർ BN ഘോഷിന്റെ അണ്ടറിലാണ്. അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പഠിക്കുക. ഡോക്ടർ BN ഘോഷിന്റെ അണ്ടറിലാണ്. സോ ഫസ്റ്റ് എത്രയാണ്, 1955 വരുന്നത് കേട്ടോ. സോ അതിനകത്ത് 986 മോണോഗ്രാഫ്സുകളും അതിനകത്ത് ഇംഗ്ലീഷിലും ലാറ്റിനിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിനുശേഷം സബ്സിക്വന്റ് എഡിഷൻസ് വന്നു. 1955 കഴിഞ്ഞു, 66 വന്നു, 85 വന്നു, 96 വന്നു, 2007 വന്നു, 2010 വന്നു, 2014 വന്നു, 2018 വന്നു, ഇപ്പൊ 2022 വരെ, അതായത് 9ാമത്തെ എഡിഷൻ 2022 വരെ ഇരിക്കുവാണ്. സോ അതിന് തൊട്ട് മുന്നുള്ളത് 2018. സോ 4 വോളിയം ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തതാണ്, നിങ്ങൾക്കത് എളുപ്പമായിക്കോട്ടെ വെച്ച് 4 വോളിയമാണ് ഉണ്ടായിരുന്നത്. സോ ബേസിക്കലി അത് ഇന്ത്യൻ ഫാർമക്കോപ്പിയൽ കമ്മീഷൻ അണ്ടറിൽ തന്നെയാണല്ലോ പബ്ലിഷ് ചെയ്യുക അല്ലേ. സോ അതിനകത്ത് പുതിയ മോണോഗ്രാഫുകൾ, പിന്നെ സ്കോപ്പുകൾ, പിന്നെ പുതിയ ബയോടെക്നോളജി, ഹെർബൽ പ്രൊഡക്റ്റുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയാണ് കേട്ടോ. സോ ബേസിക്കലി ഇന്ത്യൻ ഫാർമക്കോപ്പിയയ്ക്ക് വിലയുള്ളതുപോലെ തന്നെ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയയ്ക്കും വിലയുണ്ട്. സോ 2024 ഒരു ലേറ്റസ്റ്റ് വേർഷൻ വന്നിട്ടുണ്ട്. സോ അത് നിലവിൽ വന്നോ എന്ന് ചോദിച്ചാൽ അത് ചില സൈറ്റുകളിൽ നോക്കുവാണെങ്കിൽ അതിപ്പോഴും അണ്ടർ പ്രോസസ് ആണ്. ചിലതിൽ പറയുന്നുണ്ട് ഇപ്പോഴും അതിൽ കുറച്ച് അഡിഷൻ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചിലതിൽ പറയുന്നുണ്ട് ഓൾറെഡി ഇപ്പോൾ ലീഗലി അത് അവൈലബിൾ ആണ്, സോ അത് യൂസ് ചെയ്ത് തുടങ്ങി എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് ലേറ്റസ്റ്റ് വേർഷൻ ആണ്. സോ അതിനകത്ത് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. സോ നമ്മളതിപ്പോൾ നോക്കണ്ട. സോ ബേസിക്കലി ജസ്റ്റ് എന്തൊക്കെയാണ് എയർലി എഡിഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ എയർലി എഡിഷൻ, ഫസ്റ്റ് എഡിഷൻ ഓഫ് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ 1864 എന്നുള്ളതാണ് കേട്ടോ. 1864. സോ അവിടെ 2 സെഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ മെട്രിയ മെഡിക്ക ആൻഡ് പ്രിപ്പറേഷൻ ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട്, പിന്നെയും സബ്സിക്വന്റ് എഡിഷൻസുകൾ 1867 1898 1914 സബ്സിക്വന്റ് എഡിഷൻസ് പിന്നെ അതാത് വർഷങ്ങളിൽ തന്നെ 2 എഡിഷൻ വെച്ചിട്ട് പബ്ലിഷ് ചെയ്തു വന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് 1864
2 സെക്ഷൻസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സബ്സിക്വന്റ് എഡിഷൻ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇനി മോഡേൺ BP പറയുവാണെങ്കിൽ ദ 8th എഡിഷൻ പബ്ലിഷ്ഡ് ഇൻ 1953. അതായത് 8ാമത് എഡിഷൻ ആലോചിക്കണേ, 1864 മുതൽ 1953 ആയപ്പോഴത്തേക്കും അവർ 8 എഡിഷൻ വന്നു. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരെന്താണ് ഇപ്പോഴും 8ാമത്തെ എഡിഷനിൽ ഇപ്പോഴും സ്റ്റിക്ക് ഓണ്ടാണ് അല്ലെ, പല ടെക്സ്റ്റ് ബുക്കുകളും ഇപ്പോഴും സ്റ്റിക്ക് ഓണ്ടാണ്. സോ ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ തന്നെ നമ്മൾ ഒഫീഷ്യലി എല്ലാവരും പറയുന്നുണ്ട് ഇല്ല നമ്മളിപ്പോൾ എത്രാമത്തെ 9ാമത്തെ എഡിഷനായി, പക്ഷെ പല ടെക്സ്റ്റ് ബുക്കിലും ഇപ്പോൾ 8ഉം 7ഉം ഒക്കെയാണ് മെൻഷൻഡ് ആയിട്ടുള്ളത് അല്ലേ. സോ അതിനകത്ത് ഇംഗ്ലീഷിലും ലാറ്റിനും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ തന്നെയും ടൈറ്റിൽസ് ഒക്കെ ഇംഗ്ലീഷിലായി തുടങ്ങി എന്നുള്ളതാണ്. ലാറ്റിനൊക്കെ മാറി ഇംഗ്ലീഷായി വന്നു തുടങ്ങി, മെട്രിക് സിസ്റ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോഴെന്താണ് 8th എഡിഷനായി. നമ്മൾ അപ്പോഴും എന്താണ് പണ്ടും ഇംഗ്ലീഷും ലാറ്റിനും കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്നാൽ മോഡേൺ പീപ്പിൾ എന്ത് വന്നു, ലാറ്റിൻ മാറി പകരം ഇംഗ്ലീഷ് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്, മെട്രിക് സിസ്റ്റം വന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ആനുവലി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ വരുന്നുണ്ട്, ആനുവലി വരുന്നുണ്ട്, ശ്രദ്ധിക്കണം ആനുവലി വരുന്നുണ്ട് കേട്ടോ. സോ ഞാൻ പറഞ്ഞു ലേറ്റസ്റ്റ് 2024 വന്നിട്ടുണ്ട് കേട്ടോ. ഇനി സ്കോപ്പ് ആൻഡ് കണ്ടന്റ് ആണ്. ഏകദേശം 3100 മോണോഗ്രാഫ്സുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, അപ്രോക്സിമേറ്റ്ലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. സോ അത് മാത്രമല്ല അതിനകത്ത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസ് ഒക്കെ അതിൻ്റെ ടെർമിനോളജി, ഡോസേജ് ഫോമുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. സോ ഇത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി യുണൈറ്റഡ് സ്റ്റേറ്റ് ഫാർമക്കോപ്പിയാണ്. സോ എയർലി ഹിസ്റ്ററി പറയുവാണെങ്കിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് എഡിഷൻ വരുന്നത് USP വരുന്നത് എത്രയാണ്, December 15, 1820 ആണ്. അത് ലാറ്റിനും ഇംഗ്ലീഷും ഉണ്ടായിരുന്നു. 1820 മുതൽ 1942 വരെ, അതായത് ഇറ്റ് വാസ് പബ്ലിഷ് അറ്റ് 10 year intervals, അതായത് 10 വർഷത്തെ ഇന്റർവെൽ എടുത്തു എന്നുള്ളതാണ്. ആൻഡ് ഫ്രം 1942 to 2000 അറ്റ് 5 year interval. എന്നാൽ 1942 മുതൽ 2000 വരെ നോക്കുവാണെങ്കിൽ 5 വർഷത്തെ ഇന്റർവെലും. അതായത് എങ്ങനെയാണ് 1820 മുതൽ 1942 വരെയാണ് എന്നുണ്ടെങ്കിൽ 10 വർഷത്തെ ഇടവേളകൾക്കിടയിലും 1942 മുതൽ 2000 വരികയാണെങ്കിൽ 5 വർഷത്തെ ഇടവേളകളിലുമാണ് USP പബ്ലിഷ് ചെയ്ത് കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇനി മോഡേൺ USPനെ പറ്റി പറയാം. 2002, അതായത് ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി 2002 മുതൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ആനുവലി പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, സോ USP എന്ന് പറയുന്നത് ദ USP ആൻഡ് നാഷണൽ ഫോർമുലറി NF, അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് സിംഗിൾ വോളിയത്തിലേക്ക്, അതായത് USP 22 NF17 എന്ന രീതിയിൽ ഒരു വോളിയം അവരെന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു 1990-ലാണ്. അതിന് ലേറ്റസ്റ്റ് എഡിഷൻ USP 34 NF29 എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 4500 മോണോഗ്രാഫ്സുകളും ഡ്രഗ് സബ്സ്റ്റൻസും ഡോസേജ് ഫോമും എക്സിപ്പിയൻസും ബയോളജിക്കൽസും ഡയറ്ററി സപ്ലിമെന്റ്സും ഒക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ കുറച്ച് കൺഫ്യൂസിങ് ആണ്. സോ USP നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മനസ്സിലാക്കി വെക്കുക എപ്പോഴാണ് വന്നത്, അത് ഏത് രീതിയിലാണ് വന്നത്, അത് വേറെ ആരെങ്കിലുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. പിന്നെ സ്കോപ്പ് ഓഫ് കണ്ടന്റ് പറയുവാണെങ്കിൽ ബേസിക്കലി USPയും NFും വരുമ്പോൾ ഒരുപാട് സ്റ്റാൻഡേർഡ്സുകൾ മാറി തുടങ്ങി. ഡയറ്ററി സബ്സ്റ്റൻസ്, ബയോളജിക്കൽ പ്രൊഡക്റ്റുകൾ, സോ സ്റ്റാൻഡേർഡ് മാറി എന്നുള്ളതാണ്. ടെസ്റ്റ്, അസേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വാലിഡേഷൻ മെത്തേഡ്സുകൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം USP കേട്ടോ. ഇനി യൂറോപ്യൻ ഫാർമക്കോപ്പിയാണ്. ബിഗിനിങ് പറയുവാണെങ്കിൽ 1964 തന്നെയാണ് യൂറോപ്യൻ ഫാർമക്കോപ്പിയിൽ കമ്മിറ്റി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഒരു യൂറോപ്യൻ ഫാർമക്കോപ്പിയ EP എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് എഡിഷൻ 1967 പബ്ലിഷ് ചെയ്യുകയും അതിന് സബ്സിക്വന്റ് എഡിഷൻ 1980-കളിലും 1997-കളിലും പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അതായത് എങ്ങനെയാണ് 1964 വർക്ക് ചെയ്തു, 1967 ഫസ്റ്റ് വന്നു, അതിനുശേഷം അതിൻ്റെ സപ്ലിമെന്റ്സുകൾ സബ്സിക്വന്റ് എഡിഷൻസ് വേണമെങ്കിൽ പറയാം അല്ലേ, 1980-ലും 1997-കളിലും വന്നു എന്നുള്ളതാണ്. മോഡേൺ EPനെ പറ്റി പറയുവാണെങ്കിൽ 4th എഡിഷൻ വരുന്നത് 2001-ലാണ് 4th എഡിഷൻ വരുന്നത്. എന്നാലേ ഫസ്റ്റ് വന്നു, പിന്നെ 4th 2001-ലാണ് വരുന്നത്. സോ January 1, 2002 വരെ അത് വാലിഡ് ആയിരുന്നു എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് എഡിഷൻ വന്നു 2013-ലാണ്. അതിൻ്റെ വാലിഡ് January 1, 2014-ലാണ്. അപ്പോൾ അത് ഓരോ ഇയറിലാണ് ഇടയ്ക്കിടയ്ക്ക് വന്നു എന്നുള്ളതാണ് കേട്ടോ. സോ സ്ട്രക്ചറും കണ്ടന്റും പറയുവാണെങ്കിൽ ബേസിക്കലി ഫിഫ്ത്ത് എഡിഷൻ എന്ന് പറയുന്നത് 2 വോളിയം ആയിട്ടുണ്ട്. വോളിയം 1 ജനറൽ ചാപ്റ്റേഴ്സും അതിൻ്റെ മോണോഗ്രാഫ്, ഡോസേജ് ഫോം, അനാലിസിസ്, റീഏജന്റ്, പിന്നെ വോളിയം 2-നകത്ത് സബ് മോണോഗ്രാഫ്, അതായത് സപ്ലിമെന്റ്സുകളൊക്കെ. അതിപ്പോൾ എക്സാമ്പിൾ
റൺ ടൈം ഓഫ് ഈച്ച് എഡിഷൻ, അതായത് ഓരോ സപ്ലിമെന്റ്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഫർദർലി ആഡ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ എഡിഷൻസുകളാണ് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ സബ്സിക്വന്റ് എഡിഷനിൽ വന്നു എന്നുള്ളതാണ് കേട്ടോ. സോ ബേസിക്കലി പഠിക്കുന്ന സമയത്ത് ഇതിങ്ങനെയുള്ള യൂറോപ്യൻ ഫാർമക്കോപ്പി അല്ലെങ്കിൽ USP ഒക്കെ പഠിക്കുമ്പോൾ ഏത് വർഷം വന്നു, എങ്ങനെയാണ് വന്നത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമക്കോപ്പി മോണോഗ്രാഫ് ആണ്. എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ നോർമലി ആഡ് ചെയ്യുക, ഒരു ഫാർമക്കോപ്പി എന്താ കാര്യങ്ങൾ കാണുന്നതാണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഡ്രഗ് സബ്സ്റ്റൻസ് ആണ്. ബേസിക്കലി അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ, പ്യൂരിറ്റി, കൺട്രോൾ ടെസ്റ്റുകൾ, അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ള ക്വാളിറ്റി സേഫ്റ്റി ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തോ കാര്യങ്ങൾ അതിൽ വേണം എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഡോസേജ് ഫോം ഉണ്ടായിരിക്കും. സോ രണ്ടാമതാണ്, സോ നമുക്കറിയാം ക്യാപ്സൂൾ, ടാബ്ലറ്റ്, ഇൻജെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഡോസേജ് ഫോമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിൻ്റെ കൺട്രോൾ ടെസ്റ്റുകളും ഫിനിഷ്ഡ് ഡ്രഗ് പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഫൈനൽ പ്രൊഡക്റ്റുകളുടെ കൺസിസ്റ്റൻസി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ എക്സിപ്പിയൻസ് ആണ്. സോ എന്തൊക്കെ എക്സിപ്പിയൻസ് വേണം, എന്തൊക്കെ ഫോർമുലേഷൻസ് ആഡ് ചെയ്യണം, അങ്ങനെയുള്ള ഫോർമുലേഷൻസിനോട് കിടപിടിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം. എക്സാമ്പിൾ ബൈൻഡർ, ഫില്ലോ, കോട്ടിംഗ് മെറ്റീരിയൽ, അങ്ങനെ സ്പെസിഫിക് ടെസ്റ്റുകൾ ഫോർ ദാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നുള്ളത് അനലിറ്റിക്കൽ മെത്തേഡാണ്. എന്തൊക്കെ അനലിറ്റിക്കൽ മെത്തേഡ്സ് ആയിരിക്കണം വേണ്ടതെന്നുള്ളത് ഒരു ജനറൽ ചാപ്റ്ററിലും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല അതിന് അത്രയും സിഗ്നിഫിക്കൻറ്റ് വാല്യൂവിന് കൊടുക്കുന്നുണ്ട്. ലൈക്ക് എക്സാമ്പിൾ ക്രൊമാറ്റോഗ്രഫി, സ്പെക്ട്രോസ്കോപ്പി, പിന്നെ ഫിസിക്കൽ ടെസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ജനറൽ ചാപ്റ്റർ എന്ന രീതിയിൽ ഇൻക്ലൂഡ് ചെയ്ത് ഫാർമക്കോപ്പിയിൽ കാണാറുണ്ട്. സോ ഓരോ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസും അത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ ഇമ്പോർട്ടൻ്റ് ഓഫ് ഫാർമക്കോപ്പി. എന്തിനാ ഇത്ര ഫാർമക്കോപ്പിക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ടത്? ഒന്ന് ലീഗൽ സ്റ്റാൻഡേർഡ്സ് അല്ലേ. ഏതൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എല്ലാത്തിനും ഒരേ സ്റ്റാൻഡേർഡ്സ് എന്തിനാണ്. ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണമെങ്കിൽ അതൊരു സാധനത്തിൽ നിന്ന് നിനക്ക് നോക്കി ചെയ്യേണ്ടിയിരിക്കേണ്ടത് അല്ലേ. അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ഉണ്ടാവണം. അത് തന്നെയാണ് ഫാർമക്കോപ്പിയ. ഓക്കെ, അതായത് ക്വാളിറ്റിയും സേഫ്റ്റിയും എഫിക്കസിയും എൻഷുർ ചെയ്യുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഇസ് ക്വാളിറ്റി കൺട്രോൾ. ഉറപ്പായിട്ടും ക്വാളിറ്റി കൺട്രോൾ അത്യാവശ്യം തന്നെയാണ്. സ്പെസിഫിക് ടെസ്റ്റുകളും അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ക്രൈറ്റീരിയ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകളും ഒക്കെ വളരെ അത്യാവശ്യം തന്നെയാണ്. സോ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകളുടെ ക്വാളിറ്റി ഒക്കെ നമുക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് ഹാർമോണൈസേഷൻ ആണ് അല്ലേ. നമുക്കറിയാം പല രാജ്യങ്ങൾക്കും പല രീതിയിലാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ പല സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ട്രേഡിന് വേണ്ടി, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് മരുന്ന് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിത് എങ്ങനെ ഉണ്ടാക്കിയത്, ഈ സ്റ്റാൻഡേർഡ്സ് എന്തുമായിട്ടാണ് കംപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെസിഫിക് ബുക്ക് വേണം അല്ലെ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഒരു ലീഗലി അക്സെപ്റ്റഡ് ഒരു ഡീറ്റെയിലിങ്സ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നമുക്ക് ഈ ഫാർമക്കോപ്പിയ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ റെഫറൻസ് സോഴ്സ് ആണ്. ഏതൊരു സാധനത്തിൻ്റെയും ഒരു റെഫറൻസ് സോഴ്സിന് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനായാലും റിസർച്ചേഴ്സിനായാലും റെഗുലേറ്ററി ബോഡീസിനായാലും ഒരുപാട് രീതിയിൽ നമുക്ക് റെഫറൻസ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഫാർമക്കോപ്പിയൽ ഡെവലപ്മെന്റ് പ്രോസസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മളൊരു ഫാർമക്കോപ്പി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ വർക്ക് നടക്കാറുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രൊപ്പോസൽ ആണ്. സോ പ്രൊപ്പോസൽ സെൻസ് വെച്ചാൽ ആരൊക്കെ പ്രൊപ്പോസ് ചെയ്യുക, ബേസിക്കലി എക്സ്പേർട്സുകൾ, മാനുഫാക്ചറേഴ്സുകൾ, റെഗുലേറ്ററി ബോഡീസ് ഒക്കെ അവർ പ്രൊപ്പോസ് ചെയ്യും. നമുക്ക് ഇതിലേക്ക് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാലോ, കാര്യം പുതിയ കാര്യങ്ങളൊക്കെ വന്നല്ലോ, പുതിയ സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വേണ്ടേ എന്ന് അവർ തന്നെ ചോദിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെർട്ട് കമ്മിറ്റി ആണ്. അതായത് ഈ പ്രൊപ്പോസൽ വന്നു കഴിയുമ്പോൾ അത് റിവ്യൂ ചെയ്യണം അല്ലേ. ഇത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊരു ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റുകളും ഇൻഡസ്ട്രി റെപ്രസെൻറ്റേറ്റീവ്സും റെഗുലേറ്ററി ഓഫീഷ്യൽസും കൊണ്ട് തീരുമാനിക്കും. അതിനുശേഷം പബ്ലിക് റിവ്യൂ ആണ്. സോ ഡ്രാഫ്റ്റ് ചെയ്യും, മോണോഗ്രാഫ്സ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് റിവിഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവരും. നമ്മൾ ആദ്യം പബ്ലിഷ് ചെയ്യില്ലല്ലോ, ഡ്രാഫ്റ്റ് ചെയ്യണ്ടേ. അതിനുശേഷം റിവിഷനാണ്, വീണ്ടും റിവിഷനാണ്. സോ റിവ്യൂ കഴിഞ്ഞ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിവിഷനാണ്. അതായത് ഇപ്പം നമ്മൾ എല്ലാവരോടും ചോദിക്കും, പബ്ലിക് ഫീഡ്ബാക്സുകൾ എടുക്കുക അല്ലെങ്കിൽ കോമൻസുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ, ഇത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ എന്നുള്ള രീതിയിൽ നമ്മൾ റിവിഷൻ നടത്തുന്നു. പിന്നെ അപ്രൂവലാണ് കേട്ടോ. ഗവൺമെന്റ് ബോഡി, നമുക്കൊരു ഗവൺമെന്റ് ബോഡി ഓൾറെഡി പറഞ്ഞതുപോലെ ഫൈനൽ മോണോഗ്രാഫ്സോ അല്ലെങ്കിൽ റിവൈസ്ഡ് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാനായിട്ട് പോകുന്ന പുതിയ എഡിഷനെ വെച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ തന്നെ അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ പബ്ലിക്കേഷൻ ആണ്. അപ്രൂവ് ചെയ്ത് പിന്നെ പബ്ലിക്കേഷൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ലല്ലോ. പിന്നെ ഒഫീഷ്യൽ ഫാർമക്കോപ്പിയോ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനങ്ങ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സ് പറഞ്ഞാൽ. ഇനി ചലഞ്ചസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് എമർജിങ് ടെക്നോളജീസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാർമക്കോപ്പിയിൽ ഒരുപാട് കാര്യങ്ങൾ
പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പം എക്സാമ്പിൾ ഇന്ന് ഫാർമക്കോപ്പി ഉണ്ടായി കഴിഞ്ഞാൽ നാളെ ആയിരിക്കും പുതിയ പുതിയ ടെക്നോളജി കൊണ്ടുവരിക. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് വീണ്ടും ഇൻകോപ്പറേറ്റ് ചെയ്യുക, ടൈമിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടഫ് ഡിഫിക്കൽട്ട് പ്രോസസ്സ്. ഇപ്പോൾ എക്സാമ്പിൾ ബയോടെക്നോളജിയിൽ പുതിയ കാര്യങ്ങൾ വരുന്നു, നാനോ ടെക്നോളജി ആയിട്ട് വരുന്നു. അപ്പോൾ പുതിയ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് കാര്യമാണ്. കാര്യം അത്രയും വലിയ ബുക്കാണ്, ഓരോ വർഷവും നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരുന്നു അല്ലേ. ഇനി ഹാർമോണൈസേഷൻ ആണ്. ബേസിക്കലി ഡിഫറെൻറ്റ് ഫാർമക്കോപ്പി ഉണ്ട്, ഗ്ലോബലി ഉണ്ട്, ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് രീതിയിലാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോംപ്ലക്സ് ടാസ്കുകളുണ്ട്. സോ ഇതെല്ലാ രീതിയിലും ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ ഇവിടെ കഴിക്കുന്ന ഗുളികയുടെ സ്റ്റാൻഡേർഡ് ആണോ അവിടെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടൊരു ഹാർമോണൈസേഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. പിന്നെ റിസോഴ്സ് കൺസ്ട്രെയിൻസ് ആണ്. സോ ബേസിക്കലി അറിയാം, നമ്മളൊരു സാധനം പുതിയ റെക്കമെൻഡേഷൻ വന്ന് റിവൈസ് ചെയ്ത് അതിൻ്റെ ചലഞ്ചസുകളൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തും ഒരുപാട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പുതിയ ടെക്നോളജി കൊണ്ടുവന്നു, അത് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നമ്മളത് ഈ ഫാർമക്കോപ്പിൽ ആഡ് ചെയ്യുവാണെങ്കിൽ എത്രത്തോളം അതിന് റിലവൻസ് ഉണ്ട്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് നമുക്കൊരു സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഉണ്ടോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇച്ചിരി ടഫ് സിറ്റുവേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഫാർമക്കോപ്പി ആൻഡ് റെഗുലേറ്ററി കംപ്ലയിൻസ് ആണ്. സോ കംപ്ലയിൻസ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. സോ വെറുതെ നമ്മൾ ഫാർമക്കോപ്പി ഉണ്ടാക്കി വെക്കുന്നു, പിന്നെ ആൾക്കാർ തോന്നിയ രീതിയിലാണ് ഡ്രഗ്സ് ഉണ്ടാക്കണം, പറ്റുമോ? ഇല്ല. അപ്പോൾ അവർ നമ്മുടെ ഫാർമക്കോപ്പിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കണം ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഫാർമക്കോപ്പിയിൽ നിർദ്ദേശിക്കുന്ന രീതി തന്നെയായിരിക്കണം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഏത് ഫാർമക്കോപ്പിയാണ് അവർ സ്വീകരിക്കുന്നത് അതനുസരിച്ച് നിർബന്ധമായും അത് ഉണ്ടാക്കിയിരിക്കണം അല്ലേ. അപ്പോൾ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ആണ്. ബേസിക്കലി FDA, EMA പോലുള്ള റെഗുലേറ്ററി ഏജൻസീസിന് നിർബന്ധമാണ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എപ്പോഴും സ്റ്റാൻഡേർഡ്സുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മോണോഗ്രാഫ്സ് ഔട്ട്ലൈൻ ചെയ്തുള്ള രീതിയിൽ ഫാർമക്കോപ്പിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് അവർക്ക് നിർബന്ധം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാർമക്കോപ്പിൽ റിക്വയർമെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഫാർമക്കോപ്പിയ വേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ബേസിക്കലി നമുക്ക് ഇന്ത്യൻ ഫാർമക്കോപ്പി ഇല്ല എന്ന് വെച്ചോളൂ. അപ്പോൾ ബേസിക്കലി എങ്ങനെ വേണമെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻസ് ഇന്ത്യയിൽ ഉണ്ടാക്കാവുന്നൊരവസ്ഥ വരും. പക്ഷേ ഒരു ഫാർമക്കോപ്പിയ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല, ഫാർമക്കോപ്പി പ്രകാരം തന്നെ ഉണ്ടാക്കണം എന്ന് നിർബന്ധം. അപ്പം റെഗുലേറ്ററി ഏജൻസിന് എളുപ്പമാണ് ആ സ്റ്റാൻഡേർഡ്സ് തന്നെയാണോ കീപ്പ് ചെയ്തുള്ളത് നോക്കാൻ നമുക്ക് എളുപ്പമാണ് എന്നുള്ളതാണ്. ഇനി പറയുന്നത് പ്രൊഡക്റ്റ് അപ്രൂവലാണ്. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡ്രഗ് നമ്മൾ പുതിയൊരു ഡ്രഗ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഡ്രഗിൻ്റെ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന ഫാർമക്കോപ്പി പ്രകാരമുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഈ പുതിയ ഡ്രഗുകൾ കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ധൈര്യമായി പറയാം. കാര്യം എന്താണ്, ഓൾറെഡി ഒഫീഷ്യൽ റെഗുലേറ്ററി ബോഡി അപ്രൂവ് ചെയ്ത ഫാർമക്കോപ്പിയൽ ടെസ്റ്റുകൾ തന്നെയാണ് അത് കംപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് അപ്രൂവൽ പറയുമ്പോൾ തന്നെ ബേസിക്കലി ഫാർമക്കോപ്പിയിൽ പറയുന്ന മോണോഗ്രാഫ്സുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജനറൽ ചാപ്റ്റേഴ്സിൽ പറയുന്ന കാര്യങ്ങളുമായിട്ടും അഡ്ഹർ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. ഇനി ക്വാളിറ്റി അഷുറൻസ് ആണ്. ഇതും അതുപോലെ തന്നെയാണ്. ബേസിക്കലി ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്വാളിറ്റി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാർമക്കോപ്പിയിൽ പറയുന്ന എല്ലാ ക്വാളിറ്റി അഷുറൻസ് ടെസ്റ്റുകളും അല്ലെങ്കിൽ അതിൽ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ടായിരിക്കാം. സോ സേഫ്റ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു പ്രൈം കാര്യമാണ്. സേഫ്റ്റി, എഫിക്കസി എന്ന് പറഞ്ഞ പ്രൈം കാര്യം തന്നെയാണെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമക്കോപ്പി ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ്. സോ എല്ലാവർക്കും അറിയാം പേഷ്യൻറ്റ് സേഫ്റ്റി നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ്സ് വളരെ അത്യാവശ്യമാണ് അല്ലേ. സോ ഇനി അസസ് ടു ക്വാളിറ്റി മെഡിസിൻസ് ആണ്. എപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന മരുന്നിന് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അത് കഴിക്കുമ്പം അത്രയും ക്വാളിറ്റിയോടെ കഴിക്കണം. എത്ര വില കുറഞ്ഞാലും ക്വാളിറ്റിയിൽ നമ്മൾ മലയാളികളോ പോട്ടെ ആരായാലും അതിന് കോംപ്രമൈസ് ചെയ്യില്ല അല്ലേ. ഇനി പബ്ലിക് ട്രസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ കഴിക്കുന്ന മരുന്ന് കഴിച്ചാൽ എനിക്ക് അസുഖം കുറയും, ഇത് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പല ആൾക്കാർക്കും അറിയില്ല, എന്നാൽ തന്നെ ഇത് സ്റ്റാൻഡേർഡ് ഉണ്ട്, സ്റ്റാൻഡേർഡുള്ള സാധനമാണ് എന്ന് അത് ഓർത്തിരിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. ഇനി ഫാർമക്കോപ്പി ആൻഡ് ഇൻഡസ്ട്രി കൊളാബറേഷൻ ആണ്.
സോ ബേസിക്കലി സ്റ്റാൻഡേർഡ് സെറ്റിംഗ്, മെത്തേഡ് ഡെവലപ്മെന്റ്, നോളജ് ഷെയറിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്ററി അതോറിറ്റീസിന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ ഒരു ഫാർമക്കോപ്പി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ പോലും കാര്യം ഒരുപാട് എക്സ്പെരിമെന്റ്സും ഒരുപാട് ഡെവലപ്മെന്റുകളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ബേസിക്കലി സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ആണ് അല്ലേ. സോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എന്ന് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അസോസിയേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളിലും അല്ലെങ്കിൽ ഫാർമക്കോപ്പിയ മോണോഗ്രാഫിന്റെ റിവിഷന്റെ കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് ക്രൂഷ്യൽ റോൾ വഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അവരിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാകണം, അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളിനെ പറയുവാണെങ്കിൽ പല ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിനും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അവർക്കുണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ്സ് ചെയ്യുമ്പോൾ എത്രത്തോളം ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി അറിയാനായിട്ട് ഒരുപാട് തരത്തിൽ ഫാർമക്കോപ്പിയ ഫോർമുലേറ്റിംഗ് അതോറിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി മെത്തേഡ് ഡെവലപ്മെന്റ് ആണ്. ഈ പല മെത്തേഡുകളും വാലിഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ടെസ്റ്റിംഗ് പ്രൊസീജിയറുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉള്ള ടെസ്റ്റിംഗ് പ്രൊസീജിയറിനെ കൂടുതൽ എൻഹാൻസിന് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നത് പോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് രീതിയിൽ ഇൻഡസ്ട്രി കൊളാബറേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ നോളജ് ഷെയറിങ്, അവർക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ മാനുഫാക്ചറിങ് പ്രാക്ടീസുകൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി എൻഹാൻസിന് എന്തോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. സോ ഫ്യൂച്ചർ ഓഫ് ഫാർമക്കോപ്പിയ ബേസിക്കലി കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വളരെ അത്യാവശ്യം തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പല സ്റ്റാൻഡേർഡ്സുകളും കീപ്പ് ഓൺ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗ്ലോബൽ ഹാർമോണൈസേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അത് പെട്ടെന്ന് നമുക്ക് ഈസിലി അവൈലബിൾ ആവുന്ന അല്ലെങ്കിൽ ഈസിലി ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഫാർമക്കോപ്പി നമുക്ക് PDF ആയിട്ട് ഒരുപാട് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ കൂടുതൽ അക്സസിബിൾ ആക്കി കൂടുതൽ സ്ട്രീം ലൈൻ ചെയ്ത് ഒരു ഇലക്ട്രോണിക്കൽ സബ്മിഷനിലേക്ക് പോകും. ഇനി മുതൽ നമുക്ക് വലിയ ബുക്കൊന്നും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഒരു സിമ്പിൾ ക്ലിക്കിലേക്ക് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഡേറ്റാ ബേസ് നമുക്ക് കൈയിൻ്റെ ഫിംഗർ ടിപ്പിൽ കിട്ടുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ്. സോ കൺക്ലൂഷൻ പറയുവാണെങ്കിൽ ഫാർമക്കോപ്പി നമ്മൾ ഓൾറെഡി പറഞ്ഞു, സേഫ്റ്റി, എഫിക്കസി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ജനറൽ ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സുകൾ, ഡെവലപ്മെന്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ബേസിക്കലി ഫാർമക്കോപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇവിടെ കീ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ കീ പോയിന്റ്സ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കാനായിട്ട് എളുപ്പം ഉണ്ടായിരിക്കുള്ളൂ. അപ്പം നെക്സ്റ്റ് വേണം. ബൈ.